അത്രമേൽ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായ ഒരു സീരിയൽ തന്നെയാണ് ചക്കപ്പഴം എന്ന സീരിയൽ. പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമുള്ള സീരിയൽ എന്നതിനെ വ്യക്തമായി പറയാനും സാധിക്കുന്നു. പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സീരിയലിനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ അതിലെ കഥാപാത്രത്തെക്കുറിച്ചും പറയാറുണ്ട്. അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു താരം തന്നെയാണ് നടൻ ഷാഫി. ഷാഫിയും ഷാഫിയുടെ ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിൽ പോലും വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള മറുപടിയുമായി റാഫിയുടെ ഭാര്യ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് എന്ന് പറയാം. ഡിവോഴ്സിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്നാണ് മഹീന പറഞ്ഞിരിക്കുന്നത്. സന്തോഷമുണ്ട്, ദുഃഖവുമുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും പഠിപ്പിച്ചതുമൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് എന്ന് പറയണം. ക്ഷമ എന്താണ്, എങ്ങനെയാണ് ഒരു കാര്യത്തെ മാനേജ് ചെയ്യണമെന്നൊക്കെ ഞാൻ പഠിച്ചു. വിശ്വസിക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. കുറേ ആളുകളെ വിശ്വസിക്കരുതെന്നൊക്കെയാണ് ഞാൻ പഠിച്ചത്. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണമെന്നുണ്ടാകില്ലല്ലോ. നമ്മുടെ ഒപ്പം ഇരുന്ന് നല്ലത് പറഞ്ഞ് അപ്പുറത്ത് ചെന്നിട്ട് വളരെ മോശം പറയുന്ന ആളുകളുണ്ടെന്നും ഞാൻ പഠിച്ചു. നമ്മുടെ മുൻപിൽ അവർ നിൽക്കുന്നത് കണ്ടാൽ തോന്നും നമ്മളോട് വളരെയധികം ഇഷ്ടമാണെന്ന്. പക്ഷെ നമ്മളെക്കുറിച്ച് മോശം പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ വല്ലാതെ വിഷമിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അറിയുമ്പോൾ നിങ്ങളും അത് ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറയാൻ അങ്ങനെ ഒരുപാട് പേരുണ്ടാകണം എന്നില്ല. അതറിയുമ്പോൾ തന്നെ നിങ്ങൾക്കും വിഷമമുണ്ടാകും. നല്ലൊരു വ്യക്തിയാകണം എന്നല്ല, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അവർക്ക് നമ്മൾ മോശമുള്ളവരാവും. എന്നാൽ അവരുടെ ഉള്ളിലെ മോശം ചിന്തയാകും. അങ്ങനെയുള്ളവരെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം തന്നെ. ഞാനിപ്പോൾ ഹാപ്പിയാണ്. അങ്ങനെ തന്നെ ജീവിക്കണം. സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ലവ് മാരേജ് മോശമെന്നൊന്നും നല്ലതെന്നും പറയാനാകില്ല. കാരണം നമുക്ക് കിട്ടുന്ന ആളെപ്പോലെ ഇരിക്കും. അങ്ങനെ എനിക്ക് പറയാനാകൂ. വ്യക്തിയെപ്പോലെ ഇരിക്കും. നമ്മുടെ ജീവിതം എന്നും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാനാകില്ലല്ലോ. എൻ്റെ കാര്യം അങ്ങനെയാണ്. അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ. നമ്മൾ കിട്ടുന്ന പങ്കാളി എങ്ങനെ ഇരിക്കും എന്ന പോലെ ഇരിക്കും നമ്മുടെ ജീവിതമൊക്കെ മാറി മറിയുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെ വേണോ മാറി മറിയാം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിൽ മാറി മറിയാം. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പോകാം. അത്തരമൊരു ചിന്ത തന്നെ നിങ്ങളെ പല രീതിയിലേക്കും എത്തിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. എന്നാൽ ഡിവോഴ്സിനെ പറ്റി ഒന്നും തുറന്നു പറയുന്നില്ല. നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്ന ചോദ്യത്തിനും ഒന്നും പറയാനില്ല. വേർപിരിഞ്ഞു എന്ന് തന്നെയാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത്. പറയാറാകുമ്പോൾ തന്നെ പറയട്ടെ, അല്ലാതെ ഇപ്പോൾ എന്തു പറയാനാണ്? ഇതൊക്കെ തന്നെയും വിഷമമുള്ളത് കൊണ്ടാണല്ലോ പറയുന്നത്. ആ വിഷമമൊക്കെ മാറിയതിനു ശേഷം ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞാൽ മതി. അതുവരെ ഞങ്ങൾ കാത്തിരിക്കാമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.